ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ബന്നാണ് കേട്ടോ. ഈ ഒരു ബന്നിന് വെജിറ്റബിൾസ് ചിക്കനൊക്കെയാണ് ഫില്ലിങ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ അത്. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ബന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വലിയ ബൗളെടുക്കാം. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോൾട്ട്, 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി. പാൽപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. തണുത്ത കോഴിമുട്ട എടുക്കരുത് കേട്ടോ. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഈ കോഴിമുട്ടയും ഈസ്റ്റും പഞ്ചസാര, സോൾട്ട്, മിൽക്ക് പൗഡറൊക്കെ ചേർത്തതാണ്. അതൊക്കെ എല്ലാ ഭാഗത്തും ചേരാൻ വേണ്ടിയിട്ട് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കുക. ഇതിലേക്ക് കുറഞ്ഞ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മാവ് ലൂസായി പോവും. അപ്പോൾ ആദ്യം തന്നെ ഒന്നിച്ച് ചേർക്കരുത്. ആവശ്യത്തിന് ഇങ്ങനെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കണം അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബന്ന് നല്ല സോഫ്റ്റ്. ഇത് ഇപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്ന ഒരു പരിവാണ്, അതൊന്നും കുഴപ്പമില്ല. നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊക്കെ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ചൊന്ന് ഒലിവ് ഓയിലോ എന്തെങ്കിലും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടെ ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ തന്നെ നിർബന്ധം തന്നെ കേട്ടോ. സൺഫ്ലവർ ഓയിലും മതി, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. സ്മെല്ലില്ലാത്ത ഏത് ഓയിലും ചേർത്ത് കൊടുക്കുക. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട്, പൊന്തി വരാനായിട്ട് മാറ്റി വെക്കുക. ഡോ പൊന്തി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക. ചിക്കനൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക, അളവൊന്നുമില്ല, എത്ര വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഒരു വലിയ കാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്യാബേജും എടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മസാല തേച്ച് പിടിപ്പിച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. ഈ ചിക്കനിലോട്ട് കുറച്ച് കസ്തൂരി മേത്തി എടുത്തിട്ടുണ്ട്.
ഇതൊന്ന് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ചിക്കനൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് അതിന് ശേഷം വേണം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്തെടുക്കണം. ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഒന്ന് മിക്സ് ആയതിന് ശേഷം വേണം ക്യാബേജ് ഇട്ട് കൊടുക്കാൻ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ, ടേസ്റ്റ് നോക്കിയതിന് ശേഷം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കുക. വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് മിക്സായാൽ മതി എല്ലാതും. ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു മസാല തയ്യാറാക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇപ്പം നമ്മുടെ ഡോ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് വേണം കുഴച്ചെടുക്കാൻ. ആദ്യം ഞാൻ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് ഈക്വലായിട്ട് 2 പോർഷനാക്കി കട്ട് ചെയ്യാം. ഇത് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇത് ഓവൻ്റെ ട്രൈയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ട്രൈയിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും അതിൻ്റെ അടിയിലും ആദ്യം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെ ഒന്നുകൂടി ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഡോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മസാല ഇട്ട് കൊടുക്കുക. മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ഇട്ടെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇട്ട് കൊടുത്തതിന് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയാണ്. നേരത്തെ പരത്തിയെടുത്ത പോലെ തന്നെ അടുത്തതും ഇതിൽ പരത്തിയെടുക്കുക. ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പരത്തിയെടുത്തിട്ടുള്ള ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. മുകൾ ഭാഗത്തുള്ള ഈ പരത്തിയത് അടിയത്തെ ഇതിനെക്കാട്ടിലും കുറച്ച് വലിപ്പത്തിൽ പരത്തിയെടുക്കുക. മുകൾ ഭാഗത്ത് ഇതുകൊണ്ടാണ് ഇത് കവർ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ സൈഡ് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കുക. അത് വിട്ട് പോരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ കൈ വെച്ചിട്ട് ഞാൻ ഒരു പൂവിൻ്റെ ഒരു ആകൃതി വരാനാണ് ഞാൻ ചെയ്യുന്നത്.
ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ ചെയ്യട്ടോ, ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒറിഗാനോ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. വെളുത്ത എള്ളുണ്ടെങ്കിൽ അതൊക്കെ ഇടാവുന്നതാണ്. നമുക്ക് ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ബണ്ണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പിയാണ് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നല്ല സോഫ്റ്റാണ്. ഞാൻ കട്ട് ചെയ്തിട്ട് തരാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.